ഗുഡ് മോർണിംഗ്. യോ ഇതാരെയാ? എന്നെയാണോ വിളിച്ചേ? പേര് മറിയെന്നാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ സോണിയെന്നേ വിളിക്കും. இந்த உடம்புக்கு மரிய ஒத்து வராது. சோனி தான் கரெக்ட். മറിയ, കിറിയ, പെണ്ണമ്മ, കിണ്ണമ്മ, ഗാത്രി, ഗീത്രി, ഏലി, ഗൂലി, അങ്ങനെ കുറെ അലമ്പ് പേരുകളുണ്ട് നമ്മുടെ സത്യക്രിസ്ത്യാനികൾ നാണം കെടുത്താനായിട്ട്. നല്ല ചക്കക്കുരു പോലെ ഇരിക്കുന്ന ഇതുപോലത്തെ പെമ്പിള്ളേർക്ക് കാർന്നുമാർ ചില അലന്ന പേരിടും. നമ്മുടെ മിസ് കുമാരിയല്ലേ, നമ്മുടെ പഴയകാലത്തെ നായിക, അവരുടെ ഒറിജിനൽ പേരെന്താണെന്നറിയോ? മിസ് കുമാരിന്നെങ്ങാനും പേരിട്ടില്ലായിരുന്നു കാണായിരുന്നു. എന്തിനാ വല്ലോരെയും പറയുന്നേ? എന്റെ കാര്യം എടുക്ക്. പൈലി കഞ്ഞി കിട്ടുന്ന പേരാന്നോ? ഈ പേര് കേട്ടാ എന്നാ തോന്നും? വല്ല മുച്ചീട്ട് കളിക്കാരനോ കല്യാണ ഇടക്കാരനാണെന്നല്ലേ തോന്നുള്ളൂ. ഏതായാലും സിനിമാ നടനാണെന്ന് തോന്നുകയല്ലേ? തിരിച്ചമ്മന്തി ചോദിച്ചേ. അനിൽ കപൂർ, സഞ്ജയ് ദത്ത്, സണ്ണി ഡിയോള്, ജാക്കി ഷ്രോഫ്, ഇങ്ങനെയുള്ള ചെത്ത് കുണ്ടന്മാരെ തിളങ്ങി നിൽക്കുന്ന സമയത്താ ഞാൻ ഈരാറ്റുപേട്ടയെന്ന് കുറ്റിയും പറിച്ചോണ്ട് ബോംബെയിലോട്ട് പോകുന്നു. അന്ന് ഇതിനേക്കാളും കോലം കെട്ട കോലമായിരുന്നു കേട്ടോ. ഇതത്ര കോലം കെട്ട കോലൊന്നുമല്ല, നേരത്തെ പറഞ്ഞവരെക്കാളൊക്കെ കൊള്ളാം. ഇത് സോണിയമ്മ മാത്രമല്ല, കൊള്ളാവുന്ന പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹേമ പറഞ്ഞിട്ടുണ്ട്. പിള്ളേച്ചന്റെ അടുത്തോ? അയ്യ, അവള് പിത്തക്കാടി. ഇത് സാക്ഷാൽ ഹേമ, പഴയ ഡ്രീം ഗേൾ ഹേമാമാലിനി. ധരംജി കേക്കാ പറഞ്ഞു കേട്ടോ. അങ്ങാനെങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിയാനോട്ട് വക്കാണത്തിന് പോയിട്ട്. അപ്പൊ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാ, ഈ പൈലിയുടെ കൂടെ ഒരു ഫാൻഡം കൂടെ കിട്ടിയത് പിന്നെ സ്റ്റണ്ടിന് പോലും എനിക്കൊരു ചാൻസ് കിട്ടിയത്. ഓ, ഈ കാട്ടുമുക്കി കിടക്കുന്ന ഞാൻ ഇനി പേര് മാറ്റിയിട്ട് എന്നാ സ്റ്റണ്ട് കാണിക്കാനാ? ഒരു കപ്പ്യാരുടെ കൈക്ക് വന്ന് പെട്ടുപോയില്ലയോ? അങ്ങനെ പെട്ടുപോയിട്ട് മറ്റുമില്ല, നിരൂപിച്ച പല സ്റ്റണ്ടുകളും ഇനി നടത്താം. ഞാനല്ലേ പറയുന്നേ?